ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാണി സെമി കിച്ചൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ അടപ്രഥമനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടപ്രഥമൻ ഉണ്ടാക്കാനായി 200 ഗ്രാമിൻ്റെ 3 പാക്കറ്റ് അടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഒടിച്ചെടുക്കുന്ന അടയാണ്. ചെറിയ പീസുകളായി ഒടിച്ചു വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ചവ്വരി, 1.5 കിലോ ശർക്കര 3 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. 5 തേങ്ങയുടെ തേങ്ങാപ്പാലാണിത്. 3 കപ്പ് ഒന്നാം പാൽ, രണ്ടാം പാൽ 6 കപ്പ്, മൂന്നാം പാൽ 9 കപ്പ്, നെയ്യ് 100 ഗ്രാം, അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇനി അട വേവാനായി നല്ലതുപോലെ തിളച്ച വെള്ളം അട മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ച് ഒരു അരമണിക്കൂർ വച്ചേക്കണം. നമുക്ക് ഈ ചവ്വരി നല്ലതുപോലെ കഴുകി വേവിച്ചെടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന അട ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഈ അട തിളച്ച വെള്ളത്തിൽ കിടന്ന് നന്നായി വെന്തിട്ടുണ്ട്. അട വെന്തോന്നറിയാനായി ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് നോക്കിയാൽ മതി. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ മുറിഞ്ഞ് വരും വെന്തിട്ടുണ്ടെങ്കിൽ. ഇനി ഈ അട നമുക്ക് തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ ഏതെങ്കിലും ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ വേർതിരിഞ്ഞ് കിട്ടും. നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. അട നല്ലതുപോലെ വെള്ളം വാർന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ച് ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് പറ്റണം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ചിരുന്ന ചവ്വരി വെള്ളം വാർന്ന് എടുത്തതാണ്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. വറ്റി വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. വറ്റി
വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് കുറുകി വരണം. കുറുകി വരുമ്പോഴേക്കും നമുക്ക് നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ആദ്യം കിസ്മിസ് വറുത്തെടുക്കാം. ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിനിടയ്ക്ക് നമ്മൾ പ്രഥമൻ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ വറ്റി വരുന്നുണ്ട്, കുറച്ചുകൂടി വറ്റണം. നമ്മളിപ്പോൾ 1 കവർ അടയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കിലോ ശർക്കരയും 1/2 തേങ്ങയുടെ 1 കപ്പ് ഒന്നാം പാൽ, 2 കപ്പ് രണ്ടാം പാൽ, 3 കപ്പ് മൂന്നാം പാൽ, ഈ അളവിലാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പോലെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. നന്നായി ഇളക്കി കൊടുക്കുക. നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അടപ്രഥമൻ റെഡിയായി വരുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ അമ്മ അടപ്രഥമൻ ഉണ്ടാക്കുന്ന കണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത്. നല്ല ടേസ്റ്റുള്ള അടപ്രഥമനാണ്. അടപ്രഥമൻ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സദ്യ സ്പെഷ്യൽ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.